എല്ലാവരും എന്നെ എടുക്കുകയാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്നങ്ങനെ നമ്മുടെ ഏപ്രിൽ 1-ാം തീയതിയായി. ഇനിയിപ്പോൾ അങ്ങോട്ട് നാളെ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എല്ലാം അവധി എല്ലാവർക്കും. ദൈവത്തിന് അവധി ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്കില്ല. അവർക്ക് ഒന്നിനും അവധിയില്ല. പെസഹ വന്നാലും ഈസ്റ്റർ വന്നാലും ദുഃഖം വന്നാലും അവർക്ക് പ്രശ്നമില്ലെന്ന് അവരുടെ സാറ് പറയുന്നത്. അവർക്ക് ഇനി വന്നാൽ മതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും അവധിയില്ല. മോൻ അവധിയുണ്ട്. പിന്നെ മോൻ ചിലപ്പം 2 ദിവസം കഴിയുമ്പോൾ നാളെ ഞാൻ പോയിരിക്കും. അവിയെ വിളിക്കാൻ ബാംഗ്ലൂർക്ക് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ഒരിക്കലും വരാൻ വേണ്ടിയല്ല, വണ്ടി എടുത്തുകൊണ്ട് വരാൻ. അവൻ ബസ്സിനെ വരുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും പോകുന്നില്ല. അച്ഛനും ഇനി ഒരാഴ്ച അവധി. ഒരാഴ്ച കഴിഞ്ഞ് അച്ഛനും പോയാൽ മതി. അച്ഛനും ഇവിടെ ഉണ്ട്. അത് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അച്ഛനും എല്ലാവർക്കും ചോറ് കൊടുക്കാം. ഏപ്രിൽ ഫൂളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ച് ഫൂളാക്കിയോ? ആരെങ്കിലും ഒക്കെ നമ്മളെ ഇന്ന് ആരും വിളിച്ചില്ല. ഏതായാലും നിങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചു എന്ന് പറയണം കേട്ടോ. ചോറെടുക്കാം. ചോറ് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മാങ്ങാച്ചാർ കൂടെ നീക്കി വെച്ച് സ്പൂൺ എടുത്ത് വെക്കണേ. ഇന്ന് നമുക്ക് കറി മത്തി മുഴുവത്തോടെ തന്നെ മാങ്ങ ഇട്ട് ചാറ് വെച്ച മത്തിക്കറി. ഞങ്ങളുടെ മോൻ രാവിലെ ഇത് കൂട്ടിയാണ് ഇന്ന് അവനും അപ്പം തിന്നെ. സൂപ്പർ കറിയാമേന്ന് പറഞ്ഞു ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം കറി മേടിച്ച് കൂട്ടി. പിന്നെ നമുക്ക് കക്കയിറച്ചി ഫ്രൈ ചെയ്തു. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇടുന്നുണ്ട്. വൈകിട്ടത്തേക്കിനിടും. ഇത് രണ്ടിൻ്റെയും റെസിപ്പി ഇടാം കേട്ടോ. പിന്നെ മാങ്ങാച്ചാർ, ഒരു സ്പൂൺ എടുത്ത് മാങ്ങാച്ചാർ. പിന്നത്തെ മാങ്ങാച്ചാർ ഞാൻ ഇന്നലെ ഇട്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് മാങ്ങാച്ചാർ എത്ര കൊടുത്താലും നമുക്ക് മതിയാക്കില്ല. അതെ അതെ. പിന്നെ നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ കറി. കക്കാച്ചി ഫ്രൈയ്, മാങ്ങ ഇട്ട് മത്തി തേങ്ങ അരച്ച് വെച്ചത്, മാങ്ങാച്ചാർ, പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് ഇന്നലത്തെ, അത് വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഓടി വായോ ചോർണ.